മലയാള സിനിമയുടെ ചലച്ചിത്ര സംഗീത ശാഖയെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയ സംഗീത സംവിധായകർ കുറവാണ്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങൾ നേടിയ ഒരാളാണ് ഔസേപ്പ് കശ്യപ്. അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീടാണിത്. അദ്ദേഹത്തിൻ്റെ തിരക്കുകളിൽ നിന്നും അല്പനേരം. നാഷണൽ അവാർഡ് ലഭിച്ചതിൻ്റെ നിറവിലാണല്ലോ ഇപ്പോൾ. നിറവ് എന്ന് പറയുന്ന ഒരു നിറവല്ല, ഒരു സന്തോഷമാണ്. ഈണം മുതൽ ഇപ്പോൾ ബോഡി ഗാർഡ് വരെ 200ഓളം ചിത്രങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ശരിക്കും സാറിന് തോന്നുന്നത്? ഒരു ജേണി ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെ ഇത്ര ദൂരം ഇവിടെ എത്തി എന്നുള്ള ഒരു ചെറിയ നമുക്ക് തന്നെ ഒരു സർപ്രൈസാണ്. ഇങ്ങനെ ആക്ച്വലി നമ്മളല്ലല്ലോ നടക്കുന്നത്, നമ്മളെ നടത്തുകയാണ്. നമ്മൾ സ്വയം നടന്നതൊന്നുമല്ല. സ്വയം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നമ്മുടെ കാലം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രയത്നങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, ഇതിങ്ങനെ വരുന്നു. പക്ഷേ അത് ഏത് മാർഗത്തിൽ, ഏത് രീതിയിൽ, ഏത് ലെവലിൽ എത്തണം എന്നുള്ളത് മേലെ ഒരാളിരുന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലി ഒരു മ്യൂസിക് ഡയറക്ടറിന് ഉണ്ടാവണമെങ്കിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും എന്താണ് വാട്ട് ഡു ദേ ഹാവ് ആദ്യം ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം? ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്നോട് ചോദിച്ചാൽ ഫീലാണ്. ലിറിക്സ് കിട്ടുമ്പോൾ എന്ന് മാത്രമല്ല, സിറ്റുവേഷൻ അറിയുമ്പോൾ നമ്മൾക്കൊരു ഫീൽ ഉണ്ടാവണം. പിന്നെ നമ്മൾക്ക് ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടാവണം. നമ്മൾക്ക് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സാർ ഇപ്പോൾ ഒരു പടം സാർ ചെയ്തു, അത് റിലീസ് ചെയ്തു, അത് കഴിഞ്ഞു. ഒരുപാട് കാലം ശേഷം വേറൊരാൾ അങ്ങനെ ഒരു രീതിയിലൊരു സാധനം താങ്കൾക്ക് ഇത് എൻ്റെ ട്യൂണിൻ്റെ ഒരു ഛായ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ട്യൂൺ തന്നെയാണല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ഒക്കേഷൻ സാറിന് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു റിയാക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ചെയ്ത പാട്ടുകളിലും മറ്റൊരു മ്യൂസിക് ഡയറക്ടർക്ക് ചിലപ്പോൾ അതേ വികാരം കൂടാന്നില്ല. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വരാം. പിന്നെ അറിയാതെ വന്നാൽ അതിൽ തെറ്റില്ല. അറിഞ്ഞിട്ട് വരുന്നവർക്ക് ഭാവി ഇല്ല എന്നർത്ഥം. 2 പാട്ട് 3 പാട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പണ്ടൊരു വെൽക്കം 1990 എന്ന് പറഞ്ഞിട്ട് സാർ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അതില് ഒരു പാട്ട് പിന്നീട് അന്തിമാല എന്ന് പറഞ്ഞിട്ട് എ.ആർ. റഹ്മാൻ ഇറങ്ങി. അത് ആക്ച്വലി അത് ഇതിനെ കോപ്പി അടിച്ചിട്ട് ചെയ്തതല്ല, ഇത് തന്നെയാണ് അതും. വെൽക്കം 1990 എന്ന് പറഞ്ഞ അതേ ആൽബത്തിൽ ഒരു വ്യത്യാസമില്ല, ലിറിക്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പാടുന്ന ആൾക്കാർ മാറി. അത് അനധികൃതമായിട്ടാണ് ആ കോപ്പിയും ചെയ്തത്. അത് ഏതോ ഒരു കമ്പനിക്കാരൻ അന്ന് കാലത്ത് എന്നോട് അറിയാതെ കണ്ട് എൻ്റെ എഗ്രിമെന്റിനെ വകവെക്കാതെ കണ്ട്, ദർ വാസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ മീ ആൻഡ് ദ പ്രൊഡ്യൂസർ, അതിനെ വകവെക്കാതെ കണ്ട് അത്. അപ്പോൾ ആരോട് ചോദിച്ചാലും ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും പറഞ്ഞു അത് എങ്ങനെ പോയെന്ന് അറിഞ്ഞൂടാ. അവസാനം അങ്ങനെ പറയുള്ളൂ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരേ ഒരു മെച്ചം കിട്ടി. ഞാനത് വളരെയധികം സന്തോഷിച്ചു. കാരണം മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ അത് മോശപ്പെട്ട പാട്ടായിട്ട് അന്ന് ഒരുപാട് മാഗസിൻസിലൊക്കെ വന്നിരുന്നു. അതേ സമയത്ത് അതേ ട്യൂൺ തന്നെ വീണ്ടും തമിഴിൽ വന്നപ്പോൾ ഒരുപാട് കാസറ്റ് വിറ്റു. അത് തന്നെ വീണ്ടും പിന്നെ പഴയ ഇറങ്ങിയ കാസറ്റ് തന്നെ പിന്നീട് CD ആക്കി വേറൊരു പടത്തിൻ്റെ പേരിൽ പറഞ്ഞ് വേറൊരു സംഗീത സംവിധായകൻ്റെ പേരിൽ വീണ്ടും ഇറങ്ങിയപ്പോൾ അപ്പോഴും അതിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. അപ്പം ഞാനിവിടെ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ആണെന്ന് ജനം അറിഞ്ഞില്ലെങ്കിലും അവനെ മറ്റുള്ളവരെ പുകഴ്ത്തുകയോ അതിനെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, അത്രേ ഉള്ളൂ. ഏത് ഒരു മ്യൂസിക് ഡയറക്ടറും അങ്ങനെ ഒരു ഫേസിൽ കൂടെ പോകും. എത്ര വരെ ആവാം ഇങ്ങനത്തെ ഒരു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലെ ഒരു പാട്ടിൻ്റെ ഒരു തുടക്കം ഒരു പടത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പിന്നീട് വലിയ ഹിറ്റൊക്കെ ആയ പാട്ട്, ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞ പാട്ട് തന്നെ, മേഘത്തിലെ പാട്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഹീറോ, നമ്മുടെ ഹീറോ കഥാനായകനെ അദ്ദേഹം മ്യൂസീഷ്യനല്ല, ആർമി ഗൈയാണ്. അദ്ദേഹം ഒരു കവിത രചിച്ചു അവിടെ പാടുന്ന ഫുൾ ടൈം ഗണ്ണിൻ്റെ ഇത് ബാരലിൽ തുടച്ചുകൊണ്ടിരിക്കുന്ന, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറെ യാതൊരു കലാഹൃദയമുള്ള മനുഷ്യനല്ല. വളരെ റഫ് ആൻഡ് ടഫാണ്. പക്ഷേ അയാൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ മനസ്സിൻ്റെ ഉള്ളൊരു പ്രണയം ഫീൽ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പാട്ട് പാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കവിത രചിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. പുതിയൊരു ട്യൂൺ ഇട്ടാലും ബോറായിരിക്കും. അപ്പോഴും അയാളല്ലോ ചെയ്യുന്നത്, വേറൊരു സംഗീത സംവിധായകനല്ല ചെയ്യുന്നത്. നമ്മളെ ലോജിക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പടത്തിൽ പാട്ടേ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡയറക്ടറിൻ്റെ ടെക്നിക്കാണത്. അയാൾ ഏറ്റവും നാച്ചുറലായിട്ട് ഫുള്ളായിട്ട് വേറൊരു പാട്ട് പാടാം. വേറെ ഏതോ ഹിന്ദി പാട്ട് അയാൾക്ക് മൂളിപ്പാട്ട് പാടാമായിരുന്നു. പക്ഷെ അല്ല, അപ്പോഴും ഓഡിയൻസിന് പിടിക്കും. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഫുൾ പാട്ട് ഹിന്ദി പാട്ട് പാടിയ ഓഡിയൻസിന് മനസ്സിലാവില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് മലയാളം പാട്ട് മതി. പക്ഷേ ഇയാളുടെ ആ ഒരു ഇയാളുടെ കൾച്ചർ ഒന്നൊരു ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാട്ടിൻ്റെ തുടക്കം, അതാണ് ഹിന്ദി പാട്ട്. എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞത് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പക്ഷേ ഇതിൻ്റെ കമ്പോസിങ് ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അതെ, ചില പാട്ടുകൾ ആദ്യം ചെയ്ത ശേഷം അപ്പോൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പിന്നീട് വേറൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്, വളരെ റയറായിട്ട്. ആയുഷ്കാലം കമലും ഞാനുമായിട്ട് 17 കൊല്ലം മുമ്പ് അതിലൊരു പാട്ടേ ഉള്ളൂ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി എൻ കൈക്കുമ്പിളിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. ശരിക്കും പാടാൻ പറ്റുന്നില്ല കേട്ടോ, ബ്രീത്ത് കിട്ടുന്നില്ല. എനിഹോ, ഞാൻ ഈ പാട്ട് എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ടാണ് റെക്കോർഡ് ചെയ്ത സമയത്ത്. പിന്നീട് ഞാൻ ഈ പാട്ടിനെക്കുറിച്ച് മറന്നുപോയി. പിന്നീട് VK പ്രകാശ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു പടം അതിനു മുമ്പ് ചെയ്തു, ഫ്രീക്കി ചക്ര എന്നുള്ളൊരു പടം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു. ഹിന്ദി ഇംഗ്ലീഷ്. അതെ. അപ്പോൾ അതിൽ 3-4 പാട്ട്, ആ പാട്ട് എനിക്ക് തോന്നുന്നു നോർത്തിലൊക്കെ അതിലൊരു പാട്ടുണ്ട്, ദിൽ മേ കുച്ച് ഹോ രഹാ ഹൈ കഹാ തൽ പതാ ഹൈ ടാ 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 എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പാട്ട് തുടങ്ങുന്നത്. ഇത് എനിക്ക് ഹിന്ദി ലിറിക്സ് തന്നതാണ് അവർ. ഇത് ഞാൻ ട്യൂണൊന്നും ഇട്ടതല്ല. ലിറിക്സ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് ഈ ട്യൂണിൽ പാടി. അപ്പോൾ ആർക്കും മനസ്സിലായില്ല, അവൻ്റെ മനസ്സിൽ മാത്രമുണ്ട്. മൗനം താളം വേറെയാണേ, അത് തിസ്രമാണ്, ഇത് ചതുരസ്രമാണ്. ഇത് മറ്റേത് മൗനം സ്വരമായി എൻ താത്താരത്തെ. ഇത് 1 2 3 1 2 3 എന്ന് പറയുന്നത്. അവരൊന്നും പിടിച്ചില്ല ഈ പാട്ട്. അവിടെ ഹിറ്റായെന്ന് പറയാം. അത് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല, കാരണം പടം കേരളത്തിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോഴും നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല അപ്പോഴും. അപ്പോൾ ഇതൊന്നും അറിയാതെ പ്രകാശിനെ അറിഞ്ഞുകൂടില്ല ഇതിൻ്റെ ഒറിജിനൽ വേറെ ഉണ്ടെന്നുള്ളത്. പിന്നീട് അദ്ദേഹം മുല്ലവള്ളി തേന്മാവ് എന്ന് പറഞ്ഞിട്ട് പടം എടുക്കാൻ പോവാണ്. ആസ്വദിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ഹിന്ദി പാട്ട് എടുത്ത് മലയാളത്തിൽ ചെയ്യാം. അപ്പം എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മലയാളത്തിൽ നിന്ന് ഞാൻ ഹിന്ദിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ശരി, അഡാപ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു സൂത്രം ചെയ്തു, അതിൽ കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്തു. ചിറ്റുകുരുവി കുരുവി കുരുന്നേ മെല്ലെ പറന്ന് പറന്ന് വാ വാ തലല്ലലല്ലല്ലല്ല തലല്ലലല്ലല്ലല്ല. അത് കഴിഞ്ഞ വരുന്ന മറ്റേ തന്നെയാണ് താരാ താനനനനാന തൽ ചില്ലുവയിലൂ ഞാനിൽ താരര താരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേട്ട ഉടനെ അതിൻ്റെ അഡാപ്റ്റേഷൻ ആണല്ലോ, ഹിന്ദിയുടെ അഡാപ്റ്റേഷൻ ഉള്ള നിലയ്ക്ക് ഉടനെ തന്നെ പാട്ട് പ്രകാശിനും ഇഷ്ടമായി, ഡയറക്ടറിനും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് പ്രകാശിൻ്റെ അനിയനെ കേൾപ്പിച്ചപ്പോഴാണോ എന്തോ മറ്റോ പറഞ്ഞു, ഇത് നമ്മുടെ മലയാളത്തിൽ അപ്പോൾ അവർ തമ്മിൽ ആർഗ്യുമെൻ്റ് ആണ്. അതായത് ഇത് മലയാളം അല്ല, ഇത് നമ്മുടെ ഹിന്ദി പടത്തിലെ പാട്ടാണ്. അല്ല, ഇതേമാതിരി ഒരു മലയാളം പാട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹവുമായിട്ട് ആർഗ്യുമെൻ്റ് നടത്തിയപ്പോഴാണ് പിടികിട്ടിയത്. എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അവരൊക്കെ പറയണ്ടല്ലോ. അത് നമ്മൾ ഹിന്ദിയിലേക്ക് എടുത്തത് മലയാളത്തിൽ നിന്നാണ്. ഇപ്പൊ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിന്റെ ചായ വരില്ലേ, ഒറിജിനൽ ഭൂമി ഉരുണ്ടാൻ തെളിയിച്ചു. വയലിൻ പഠിച്ചുകൊണ്ടായിരിക്കും സാറിന് കാതോരത്തിൽ ഒരുപാട്. അത് തീർച്ചയായിട്ടും ഞാൻ വയലിനിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് കാതോരത്തിൽ വിളിച്ചതെന്നല്ല ഞാൻ പറയാം. ഞാൻ ഭരതേട്ടനെ പരിചയപ്പെടുന്നതാണ് ഞാനൊരു വയലിനിസ്റ്റ് ആയതുകൊണ്ടാണ്. കാരണം ഞാൻ ഈ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മണിക്കൂറും വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. അത് റെക്കോർഡിങ്ങിന് പോയാലും നമ്മൾ വീട്ടിലാണെങ്കിലും. അപ്പം എന്നെ ഇങ്ങനെ ഈ മരച്ചോട്ടിലൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ ഇയാൾക്ക് എന്താ തലയ്ക്ക് ലൂസാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം സാധാരണക്കാരന്. പക്ഷേ ഭരതേട്ടന് അങ്ങനെ തോന്നില്ല. അത് എന്താ ഇയാൾ എന്തോ ഒരു പ്രത്യേകത എന്നിൽ കണ്ടു. പ്ലസ് ആ വിഷ്വല് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു.